സ്വിഫ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിന് കിട്ടിയൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു തരാം. അപ്പോൾ എന്താ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ പറയുന്നത് ഈ വണ്ടി കുറേ ദൂരം ഓടിക്കഴിയുമ്പം ഓഫായി പോവും, പിന്നെ സ്റ്റാർട്ടാവില്ല. കുറേ ദൂരം എന്ന് പറയുമ്പോൾ അധികമൊന്നും പോകണ്ട, കുറച്ചങ്ങ്, അതായത് വണ്ടി ടെമ്പറേച്ചർ കയറി കഴിയുമ്പം ഓഫാവില്ല. ആ ഒരു രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഓഫായി പോകുമെന്ന് പറഞ്ഞു, പിന്നെ സ്റ്റാർട്ടാവില്ല. അങ്ങനെ പുള്ളി ഇത് ഏതോ ഒരു ഇലക്ട്രീഷ്യനെയൊക്കെ കാണിച്ചു. അപ്പോൾ ഇലക്ട്രീഷ്യനെ കാണിച്ചപ്പോൾ നിലവിൽ ഇതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാറ്ററി മാറ്റി വെച്ച്, പക്ഷേ ബാറ്ററി മാറ്റി വെച്ചിട്ടും ഈ സെയിം കംപ്ലയിൻറ്റ്. അപ്പോൾ ആ ഇലക്ട്രീഷ്യനെ എടുത്ത് പോയപ്പം ഇലക്ട്രീഷ്യൻ പറഞ്ഞു ഇതിൻ്റെ ഡീസൽ പമ്പും അതുപോലെ ഹൈ പ്രഷർ പമ്പ്, ഡീസൽ പമ്പ് മീൻസ് ഫ്യൂൽ പമ്പ്, അതും അതിൻ്റെ ഹൈ പ്രഷർ പമ്പൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടാവും, അത് വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെയിം കാര്യം പറഞ്ഞാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നത്. അങ്ങനെ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഇതിൻ്റെ ഈ റേഡിയേറ്ററിൽ ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു, അതായത് കൂളൻ്റ് ഒരു തുള്ളി ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം ഒഴിച്ച് നോക്കിയപ്പം ഇതിൻ്റെ ഈ ഒരു ഹീറ്റർ ഹോസ് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ക്യാമറയിൽ കാണുന്നില്ല. അതെ, ആ ബ്ലാക്ക് കൂടിയ ഹോസ്, പുതിയ ഹോസ്, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് ലീക്കായിട്ട് ഇതിൻ്റെ വെള്ളം, അതായത് കൂളൻ്റ് പുറത്ത് പോയിട്ട് വണ്ടി ഓവർ ഹീറ്റായിട്ട് ഓഫ് ആവുന്നതായിരുന്നു. അപ്പോൾ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വണ്ടി സ്റ്റാർട്ടാവില്ല, തണുത്ത് കഴിയുമ്പോൾ സ്റ്റാർട്ടാവും. അതായിരുന്നു വണ്ടീൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഹോസ് മാറി കൂളൻ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പം വണ്ടിക്ക് യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ട്.